ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. എന്താ പറയുക, അടിപൊളിയില്ലേ ഷോപ്പിംഗ് വ്ളോഗ്. ഇത് ഭയങ്കര ക്ലൗഡിയാണ് കേട്ടോ, ക്ലൗഡി ഡേ ആണ്. 5% ക്ലൗഡിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കണ്ടോ, പുക കണ്ടേ, നമ്മളിവിടെ പുകയ്ക്കാതെ പുകയും. അത്തരത്തിലുള്ളൊരു ദിവസമാണിത്. നല്ല തണുപ്പാണ്, വലിയ കുഴപ്പമില്ല. ജാക്കറ്റും ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് കാർസ്, ഫുൾ കാർസാണ്, എല്ലാം കൊണ്ടുപോകുന്നു. അടിപൊളിയില്ലേ. ഫോൺ ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ, നടക്കുമല്ലോ, നടക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട് ഫോണ്. ഇത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഷോപ്പിംഗ് ചെയ്യാൻ, പൈസയുള്ളവർക്ക്. എന്തായാലും ഇത് ടൗൺ സെൻറ്റർ കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ടൗണിലാണ്, ചെസ്റ്റർഫീൽഡ് ടൗണിലാണ് കേട്ടോ, മെയിൻ ടൗണിലാണ്. UK പോലീസിനെ കാണിച്ചു തരണം, കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാ നോക്കൂ, അവിടെ ഒരു പോലീസ് കാർ കിടക്കണം. അത് പോലീസ് വണ്ടി കേട്ടോ, ട്രക്കല്ല. അതിൻ്റെ അപ്പുറത്തൊരു പോലീസ്, ഒരു ഗ്രീൻ കളർ കാർ കണ്ടോ, അതാണ് പോലീസ്, UK പോലീസ് കാർ. എനിക്ക് ക്രോസ് ചെയ്യണം കേട്ടോ, അതിനോട് ഞാൻ വെയിറ്റ് ചെയ്യണം. ആ പോലീസ് ഏകദേശം ഒരു 10 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ടെസ്കോ ഉണ്ട്, ലിഡിലുണ്ട്, ആൽഡി ഉണ്ട്, അസ്ഡ ഉണ്ട്, ഒരുപാട് സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പോകുന്നത് ലിഡിലേക്കാണ്. ലിഡിലാണ് കുറച്ചും കൂടെ എനിക്ക് എളുപ്പവും, പിന്നെ കുറച്ച് എന്താ പറയുക, നമുക്ക് അഫോർഡബിൾ പ്രൈസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും. ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റ് അത്രേ ഉള്ളൂ വീട്ടിൽ നിന്ന്, ഞാൻ താമസിക്കുന്നിടത്തു നിന്ന്. ഷോപ്പ് അത് നോക്കി കേട്ടോ, എന്താ ചെയ്യാ. ക്രോസിങ് ചെയ്യണം. ക്രോസിങ്ങൊക്കെ ചെയ്തു. ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ ഫോണ്, നടക്കുന്നുണ്ട്. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകുമ്പോൾ ഷേക്ക് ആവും. വണ്ടികളുടെ നോയ്സ് ഉണ്ടാവും, കാരണം മെയിൻ റോഡാണ്, വണ്ടികളാണ്, ഒത്തിരി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഭയങ്കര നോയ്സാണ്. ആംബുലൻസ് ആണ് കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്യാനുള്ള ഏരിയ കേട്ടോ. ഇവിടെ നമ്മൾ UK ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും, സിഗ്നൽ കാണിക്കും. ഇവിടെ ഗ്രീൻ ആകുമ്പോൾ നമുക്ക് നടക്കാം. ഈ കണ്ടോ, ഈ ക്രോസിങ് ലൈനിൽ കൂടെ ഉണ്ടോ നമ്മൾ പോണേ. ഞാൻ കാണിക്കാൻ കേട്ടോ. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡാണ്, വണ്ടികളെല്ലാം അങ്ങോട്ട് പോകണം. ഇവിടെ ഗ്രീൻ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകട്ടോ. ഇതാകല്ലേ, ഗ്രീനായി. നമുക്ക് നടക്കാനുള്ള
ടൈമായി, നമ്മൾ നടക്കണം. അപ്പോഴേക്കും കണ്ടോ വണ്ടിയൊക്കെ അതേ നിർത്തും. അതാണ് ഇവിടുത്തെ മര്യാദയുള്ളവരാണ്, നിർത്തും, വണ്ടികൾ നിർത്തും. നമുക്ക് സേഫായിട്ട് നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സിഗ്നൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ടേണാണ്, നമ്മൾ നടന്നു പോക്കണം. കണ്ടില്ലേ, സിഗ്നൽ കഴിഞ്ഞപ്പം വണ്ടികൾ മൂവായി. കറക്റ്റ് ടൈമിൽ നമ്മൾ മൂവണം, പെട്ടെന്ന് തന്നെ നമ്മൾ മൂവണം. ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നോക്കിക്കൂല, വണ്ടി എടുത്തോണ്ട് പോകും. പിന്നെ നമ്മളെ കണ്ടാൽ ഇവിടെയുള്ള മര്യാദ ഉള്ളവരാണ്, അങ്ങനെ മനഃപൂർവ്വം ഒന്നും അങ്ങനെ ഇടിയിപ്പിക്കാനൊന്നും ശ്രമിക്കാറില്ല. ഇതാ അവിടെ കേട്ടോ വീട്ടിലെത്താറായി. ഒരു 5 മിനിറ്റ് കൂടെ നടന്നാൽ മതി. ഇവിടുത്തെ ഷോപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ വീട് കേട്ടോ, ഇതൊക്കെ വീടുകളാണ്. ഇതൊക്കെ UK വീടുകളാണ് കേട്ടോ, ചെറിയ ചെറിയ വീടുകളാണ്. അവിടെ ഒരു പിസ്സ ഷോപ്പുണ്ട്. ഇത് അപ്പാർട്ട്മെൻറ്റ്സ് ആണോ, ഇതൊരു അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ്, ജിമ്മ്, അങ്ങനെയുള്ള കുറച്ച് ഷോപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരു വീടാണ്. ഒരു വീടല്ല, 3 വീടാട്ടോ, 3 വീടാണ്. ഒരു പിസ്സ ഷോപ്പുണ്ട്. ഇതൊരു ചാരിറ്റി ഷോപ്പാട്ടോ. ഇത് ചെറിയൊരു ചാരിറ്റി ഷോപ്പാണ്. കുട്ടികളൊക്കെ ആയിട്ട് അടിപൊളി. ആംബുലൻസ്, പോലീസിൻ്റെ ആംബുലൻസാണ്. പോലീസിൻ്റെ അല്ലല്ലോ, ആംബുലൻസ് ആട്ടോ. അപ്പോൾ പുറകിലൊരു പോലീസിനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ പോലീസിന് വന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു കഫേ. ഇതൊരു ബസ് സ്റ്റോപ്പാട്ടോ. ഇത് UK ബസ് സ്റ്റോപ്പാണ്. നമുക്കിവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇത് ഈ റൂട്ട് വരുന്ന ബസ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നോ സ്മോക്കിങ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. നടക്കുന്നതുകൊണ്ട് കൈ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഷേക്കിംഗ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഒരു ഓടി കിടക്കണതാണ്. തൊട്ട് പുറകെ ബെൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ BMW എന്ന് പറഞ്ഞാൽ ബെൻസ് ഉണ്ട് കേട്ടോ, തൊട്ട് പുറകെ ബെൻസ്. ലിഡിലെത്താറായിട്ടോ, ലിഡിലെത്തി. അവിടെയാണ് ലിഡിൽ. നമ്മുടെ സ്ഥലത്ത് അതിലാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ കയറുകയാണ്. നമ്മൾ വെറുതെ അവിടെ വരെ പോകേണ്ട കാര്യമില്ലോ, ഇതിലെ സൈഡിൽ കൂടെ കയറാം. വണ്ടികളുടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഉണ്ടോ, അടിപൊളി. ഇതാണ് ചെസ്റ്റർഫീൽഡിലെ ലിഡിൽ. വലിയ ലിഡിലാണ്, അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ഒരു കുട്ടി വ്ളോഗാണ്. വലിയ എക്സ്പോർട്ടൊന്നുമല്ല, എന്നാലും പോലീസ് വാനാണ്. കറക്റ്റായിട്ട് കിട്ടിയില്ല.
ആദ്യം വിചാരിച്ച ആംബുലൻസ് ആണെന്നാണ്, പിന്നെയാണ് മനസ്സിലായത് പോലീസാണ്. എന്താ ചെയ്യുക, കയറി വരുമ്പോഴേ കുറേ കാർഡ്സ്, ബർത്ത്ഡേ കാർഡ്സ്, നമ്മുടെ എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. കുറേ സിം കാർഡ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സ്, ഇത് നമുക്ക് കാശ് കൊടുത്താൽ നമുക്ക് കിട്ടും. 1 പൗണ്ട് 2 പൗണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഇന്ന് 2.49. പക്ഷെ നല്ല പൈസ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ കാണണ്ട, കണ്ട ഇത് മൊത്തം വാരി എടുക്കുന്നല്ലേ. പക്ഷെ നല്ല ഇതൊക്കെ ഒറിജിനലാണ്, പക്ഷെ ഇത് ഒറിജിനൽ ഒന്നുമല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, ആർട്ടിഫിഷ്യലാണ്. ചെടി കാര്യങ്ങളൊക്കെ അകത്തോട്ട് കയറാം. ഓട്ടോമാറ്റിക് ഡോറാണ്. നമുക്കിവിടെ നിന്നൊരു ബാഗ് എടുക്കണം. അത്യാവശ്യം ചെറുതായിട്ട് മേടിക്കുന്നു പറയാം. പേസ്ട്രി കയറി വരുമ്പോഴേ പേസ്ട്രി, കേക്ക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, ഡോണറ്റ്സ് കാര്യങ്ങളൊക്കെ. സൈഡിലായിട്ട് കുറേ ബിയർ ബോട്ടിൽസ്, അവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് വെച്ചിരുന്നതാണ്, ഓഫർ പ്രൈസിന് അങ്ങനെ വെച്ചതാണ്. പിന്നെ നമ്മൾ ആദ്യം വന്ന് പച്ചക്കറീസ്, ബനാന, നമുക്കൊരു ബനാന എടുക്കണം കേട്ടോ. ബനാന എടുക്കാം, നല്ലത് നോക്കിയെടുക്കാം കേട്ടോ. ഒരെടുത്തോളൂ, എത്രയാണെന്ന് അറിയില്ലല്ലോ, നോക്കട്ടെ. 78 പെൻസ് കേട്ടോ. 78 പെൻസാണ് ബനാനയ്ക്ക്. നല്ല ബനാനയാണെന്ന് തോന്നുന്നു. ആദ്യം പിന്നെ ഓറഞ്ച്, അടിപൊളി. ഓറഞ്ച് എടുക്കണം. ഓറഞ്ച് വേണ്ട. ലെമണൊക്കെ ഉണ്ട് കേട്ടോ. 24 പെൻസ്, 99 പെൻസ്. 99 പെൻസ് എന്ന് പറഞ്ഞാൽ 99 രൂപ നമ്മുടെ നാട്ടിലെ. 89 എന്ന് പറഞ്ഞാൽ 89 നമ്മുടെ നാട്ടിലെ പൈസ കേട്ടോ. ചെറിയ ഓറഞ്ച് ഉണ്ട് കേട്ടോ, ചെറിയ ഓറഞ്ച് ഉണ്ട്, വലിയ ഓറഞ്ച് ഉണ്ട്, എന്ത് വേണം. മാംഗോ ഉണ്ട് കേട്ടോ, മാംഗോ നമുക്ക് 2 മാംഗോ എടുക്കാം കേട്ടോ. മാംഗോസ് നോക്കട്ടെ, എന്തെല്ലാം വെച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പൈനാപ്പിൾസ് നല്ല മാംഗോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം മാംഗോ സീസണാണ് ആണെന്ന് തോന്നുന്നു. മാംഗോ എടുത്തു കേട്ടോ. പൊട്ടറ്റോസ് നമുക്ക് അവിടെ വരാം കേട്ടോ. ഈ സൈഡ് ഫുള്ള് ബ്രെഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. പലതരത്തിലുള്ള ബ്രെഡുണ്ട്. ബ്രെഡ്, റാപ്പ്. ഈ സൈഡിൽ അവക്കാഡോ ഉണ്ട്. കിവി ഉണ്ട്, കിവി ഉണ്ട്. എന്തുവാ എല്ലാം കാണിക്കാൻ നിന്നാൽ ഭയങ്കര ടൈമാവും കേട്ടോ. എല്ലാം കാണിക്കാൻ നിന്നാൽ ഭയങ്കര ടൈമാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കുട്ടി ഷോർട്ട് വീഡിയോ കാണിക്കാം കേട്ടോ. രസമാണ്. പൈസയുണ്ട് അപ്പോൾ രാജാവാവാം. പൈസ ഇല്ലെങ്കിൽ ഉള്ളതും കൊണ്ട് ഓണം പോലെ അല്ലേ. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലതാണ് തോന്നുന്നു. ഫ്രൂട്ടാണ്, എന്തായാലും ഫ്രൂട്ടാണ്. അറിയില്ല കേട്ടോ, അറിയാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. വാങ്ങിച്ചു കഴിഞ്ഞ് പെട്ടുപോല. ഇവിടെ ഇവിടുത്തെ കാശ് കളയുന്നേ, പണിയെടുക്കുണ്ടാക്കുന്ന കാശില്ലേ കൈസ്, നമ്മൾ വെറുതെ കളയാവും. ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ, ആപ്പിൾ വേണം.
ഇത് ചെയ്യാൻ കാത്തില്ല വശം. വേണ്ട, എല്ലാം കാണിക്കാൻ നിന്ന സമയം ഒത്തിരി വീഡിയോ ലെങ്തായി പോകും ഗൈസ്. നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ കേട്ടോ, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടും. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തു കഴിഞ്ഞ് ഞാൻ കാണിക്കാം കേട്ടോ. അല്ലേ സമയമാവും. അല്ലെ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ എടുക്കാം, എന്നിട്ട് എഡിറ്റ് ചെയ്ത് മിക്സ് ആക്കാം. ഇല്ലേ ശരിയാവില്ല. ഇല്ലേ ഭയങ്കര ഫുള്ള് 50 മിനിറ്റൊക്കെ ആയിപ്പോൾ, അതുകൊണ്ട് വേണ്ട. ഈ ഒരു സെക്ഷൻ മുഴുവൻ ബെറീസ് ആട്ടോ. ബ്ലാക്ക് ബെറി ഉണ്ട്, റാസ്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി എത്രയാണ് നോക്കട്ടെ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. പൈനാപ്പിളും മാംഗോ ഒക്കെയാണ്. ബ്ലൂബെറീസ് ഉണ്ട്, അല്ല ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, റാസ്ബെറീസ്, ഗ്രേപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പലതരത്തിൽ വെറൈറ്റി, ഫുൾ വെറൈറ്റി ഗൈസ്. നമുക്കൊന്ന് ഗ്രേപ്സ് എത്രയാണോ എന്താ സ്ട്രോബെറി പറഞ്ഞെടുത്താലോ. സ്ട്രോബെറി എടുക്കാം കേട്ടോ. ഞാൻ സ്ട്രോബെറി ചെറിയൊരു സ്ട്രോബെറിയുടെ അതും കൂടെ എടുത്തോട്ടോ. ഞാൻ ഇതിവിടെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് സ്ട്രോബെറി അങ്ങനെ മേടിച്ചിട്ടില്ല. നല്ലത് നോക്കിയെടുക്കട്ടെ. എടുത്തോട്ടോ. മാംഗോ എടുത്തു, ബനാന എടുത്തു, സ്ട്രോബെറി എടുത്തു. ഇവിടെയൊക്കെ സലാഡ്സ് ആട്ടോ. സലാഡ്, പച്ചക്കറികളുടെയൊക്കെ സലാഡ് പോലത്തെയൊക്കെ ബോക്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. മഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. മഷ്റൂമാണ് ഇത്, ചെറിയ മഷ്റൂം, ഇത് വലിയ മഷ്റൂം. സലാഡ്, വീണ്ടും സലാഡ്സ്. സലാഡ്സ് ഒന്നും വേണ്ട ഗൈസ്. ജ്യൂസ് ഐറ്റംസ്, ചിക്കൻ എടുക്കണം. ചിക്കനൊക്കെ ഉണ്ടല്ലോ. ചിക്കൻ സെക്ഷൻ മീറ്റ് സെക്ഷനാണ്. ചിക്കൻ ഏത് വേണം? കാല് വേണോ, കൈ വേണോ, എന്തൊക്കെ വേണം? നമുക്ക് ബ്രെസ്റ്റ് പീസ് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ കാല് മുഴുവനും വേണോ, ഹാഫ് വേണോ, എന്തൊക്കെ വേണം, എത്തരത്തിലുള്ളത് വേണം? ഞാൻ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ആദ്യമേ ഉള്ള സ്ഥലത്ത് വന്നു. പീസില്ല.
ചിക്കൻ്റെ റെസ്റ്റോറൻറ്റ് എടുത്തിട്ടോ. എത്രയാണ്? 4.49. അടച്ചു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിക്കാം. നമ്മളിങ്ങനെ കറങ്ങി വന്നാൽ എല്ലാം നമ്മൾ മേടിക്കും. ആവശ്യമുള്ള മേടിച്ചാൽ പറയും. യോഗട്ട് മേടിക്കാം. നാച്ചുറൽ യോഗട്ട് എവിടെ ആ യോഗട്ട് സെക്ഷൻ. $65 കേട്ടോ. നാച്ചുറൽ യോഗട്ട് എത്രാം തീയതി വേണോ? ജനുവരി 3 വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതിന് മുന്നേ നമുക്ക് തീർക്കണം. പിന്നെ പാലെടുക്കണം. ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓരോന്ന് പുറക്കെടുക്കും കൈ. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതാണ്. മിൽക്ക് എടുക്കണം. ചേച്ചി മാറു ചേച്ചി മാറു മിൽക്ക് എടുക്കണം. ചോക്ലേറ്റ് ചിക്കൻ കാണുന്നു. എന്തായാലും നിങ്ങൾ വിടൂല. ചോക്ലേറ്റ്സ് ഇതൊക്കെ ചോക്ലേറ്റ്സ് ആട്ടോ. ചോക്ലേറ്റ് സെക്ഷൻ എത്തിക്കഴിഞ്ഞു. കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. മുഴുവൻ ചോക്ലേറ്റ്സ് ആണ്. കേക്ക്, പേസ്ട്രി, അങ്ങനത്തെ കുറേ. കിൻഡർ ജോയി ഒരെണ്ണം എടുത്താലോ? ഞാൻ എടുത്ത് കഴിച്ചില്ല കിൻഡർ ജോയി. കിൻഡർ ജോയ് എത്ര കിൻഡർ ജോയ്ക്ക് എത്ര? നമ്മുടെ നാട്ടിലെ കിൻഡർ ജോയ് അല്ലേ? അറിയില്ല. ക്രിസ്മസ് ആയില്ലേ? ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള തരത്തിലുള്ള ചോക്ലേറ്റ്സാണ് കൂടുതൽ. പിന്നെ ഇപ്പം ചോക്ലേറ്റ്സിനൊക്കെ നല്ല ഓഫറുണ്ടെന്ന് കേട്ടായിരുന്നു. ഇത് ഡേറ്റ്സിൻ്റെ ഒക്കെ ഓരോ സാധനങ്ങൾ. നമുക്ക് മുട്ട വാങ്ങിക്കണം ഗൈസ്. അതേ കിട്ടും. വേണ്ട. വേണ്ട.
600 സംതിങ് കേട്ടോ. അതുകൊണ്ട് വേണ്ട. ബാക്കിലോട്ട് വന്ന് നമുക്ക് മുട്ട എടുക്കണം കേട്ടോ. ഇവിടെ കുറേ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ, കപ്പ്, ഗ്ലാസ്, സോസർ, വൈൻ കുടിക്കാൻ ഗ്ലാസ്, ബ്രാൻഡി കുടിക്കാൻ ഗ്ലാസ്, എന്തൊക്കെ വേണം. ഇതൊക്കെ ലിഡിലിൻ്റെ പ്രൊഡക്റ്റാട്ടോ. അതുകൊണ്ടാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു, ഷുഗർ ഇവിടെ വന്നപ്പോഴാണ് ഷുഗറിൻ്റെ കാര്യം ഓർത്തത്. ഷുഗർ മുട്ട. ഷുഗർ ഞാനൊരു ഷുഗർ എടുത്തു കേട്ടോ. ഷുഗറിന് എത്ര? 1 പൗണ്ട് എടുത്ത്. 1 പൗണ്ട് ആണ്, കുഴപ്പമില്ല, ആവശ്യമുള്ളതല്ലേ. ഒരു മുട്ട, 15 മിക്സ്ഡ് മുട്ട എടുത്തു. ഒരു മുട്ടയുടെ പാക്കറ്റ് എടുത്തു. 50 ഫ്രീ റേഞ്ച് എക്സ് 2.75, അതായത് നാട്ടിലെ ഒരു 275 രൂപ 15 മുട്ടയ്ക്ക്. അത്രേ ഉള്ളൂ. ഇതെല്ലാം മുട്ട സെക്ഷനാണോ? വെറൈറ്റി മുട്ട, ചെറുത്, വലുത്, മീഡിയം, ലാർജ് എല്ലാം ഉണ്ട്. ഇത് ഒരു സൈസ് മുട്ട, ഇത് വേറൊരു സൈസ് മുട്ട, ഇത് വേറൊരു സൈസ് മുട്ട. പിന്നെ എണ്ണ, സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. നമ്മുടെ കോക്കനട്ട് ഓയിൽ കേട്ടോ. ഇത് UK ഇത് മേടിച്ചാൽ, ഇതിപ്പം തണുത്തിരിക്കുന്നതാണ്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടില്ല നമ്മൾ തല വെച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ, അറിയില്ല എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പുതിയ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയില്ല, ഇങ്ങനെ ശ്രദ്ധിക്കില്ലായിരിക്കും. ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ആണ് മനസ്സിലായത് കോക്കനട്ട് ഓയിൽ ഇങ്ങനെയാണെന്ന്. ഞാൻ വിചാരിച്ചു ആദ്യം ഇങ്ങനെ കുപ്പികളിൽ തരുമായിരിക്കുന്നു, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ. ഇതൊക്കെ സൺഫ്ലവർ ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഓയിൽസ്. അതൊക്കെ അപ്പുറത്തോട്ട് പോകാം. ചിപ്സ്, ലേസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ്. എന്താണോന്ന് അറിയില്ല, വേണ്ട. എല്ലാം എടുത്തുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ കുട്ടികളുടെ സാധനങ്ങൾ, ഷാമ്പൂ, സോപ്പ്, ഹാൻഡ് വാഷ്, പേസ്റ്റ്, ബ്രഷ്, പിന്നെ ബോഡി സ്പ്രേ, ബോഡി ക്രീംസ്, അങ്ങനത്തെ കുറേ പലതും സ്പ്രേ ഒക്കെ ഉണ്ട്. ഒരു സ്പ്രേ എടുത്താലോ? ഒരു സ്പ്രേ എടുക്കാം. നല്ലതാണോ നോക്കട്ടെ. കൊള്ളാട്ടോ, നല്ല സ്മെല്ല്. നടക്കുന്നില്ലേ നമ്മളെ? നല്ല സ്മെല്ലുണ്ട്. പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഇവിടെ മറ്റേ ടോയ്ലറ്റ് പേപ്പേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്. അതായത് എല്ലാം ഉണ്ട് ഗൈസ്, നമുക്ക് ആവശ്യം എന്താണ് വാങ്ങിക്കാം.
ഇതൊക്കെ കയ്യിലുണ്ട്, ഗസാണ്ട് ഞാൻ വാങ്ങിക്കുന്നില്ല. ഇതൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ട്. പെറ്റ്സിൻ്റെ ഫുഡ്, പെറ്റ്സുകളുടെ ഓരോരോ ഫുഡ് കേട്ടോ. വെറൈറ്റി കുപ്പീസ്. ഏത് വെള്ളം വേണം ഗൈസ്? പച്ചവെള്ളം വേണോ, ചുവന്ന വെള്ളം വേണോ? നീലവെള്ളമുണ്ട്, പച്ചവെള്ളമുണ്ട്, മഞ്ഞവെള്ളമുണ്ട്, എല്ലാ തരത്തിലുള്ള കളർഫുൾ വെള്ളമുണ്ട്. ഒരു കുപ്പി വേണം എടുക്കാം കേട്ടോ. കുപ്പികൾ ഇവിടെ മാത്രമല്ല, ആ സൈഡും ഉണ്ട് കേട്ടോ. ബിയേഴ്സ് ഉണ്ട്, ബിയറുണ്ട്, സ്കോച്ച് പോകണ്ടല്ലേ. വിസ്കി, ഇറിഷ് ക്രീം ലിക്വർ. ഷാമ്പെയിൻസ്, ഡ്രൈ ജിന്ന്, ലണ്ടൻ ഡ്രൈ ജിന്ന് 15 വേണ്ട. ആൽക്കഹോള് 37.5%, 37.5. നമുക്കൊരു അറിയില്ല കേട്ടോ, ഫ്ലേവർ ആണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ നോക്കുന്നു. നമുക്കൊരാൾക്ക് കൊടുക്കാനാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നത്. ഞാൻ മേടിക്കുന്നില്ല, എനിക്കായിട്ട് മേടിക്കുന്നതല്ല കേട്ടോ, ഞാൻ ചേട്ടന് കൊടുക്കാൻ വേണ്ടി മേടിക്കുന്ന കേട്ടോ. ഫ്ലേവർ എന്താണെന്ന് അറിയില്ല, അതാണ് ഞാൻ പിന്നെ നോക്കുന്നത്. അപ്പോൾ സമയം ആൽക്കോളും 40% ആൽക്കോളും. Oh yeah, I did see it. My fault. Rum, white rum, beans, gold rum, smooth spice.
എനിക്കറിയില്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ നോക്കുന്നത് ഏതാണ് നല്ലത്. സ്വീറ്റ് സ്പൈസി ബ്ലെൻഡ്. നല്ല ഇവരെ ഒരെണ്ണം എടുത്താലോ. റേഞ്ചിന് ഇവനെ ഒരെണ്ണം എടുക്കാല്ലേ. എന്താവും, എത്രയാവും? ഞാൻ എടുത്തോട്ടോ, എടുത്ത് ഇരിക്കട്ടെ, പൊട്ടിപ്പോരുത്. പോയേക്കാം. കൗണ്ടർ കേട്ടോ, നല്ല തിരക്കാണല്ലോ ഇവിടെ. അപ്പോൾ വലിയ കുഴപ്പമില്ല. സ്പേസ് ഇല്ല, അവിടെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ ഇവരുടെ ഇത് കഴിയുമ്പോൾ നോക്കണം കേട്ടോ. നമ്മൾ സേഫ്റ്റിക്ക് വെക്കണം. നമ്മുടെ സാധനങ്ങൾ അവരുടെ ഇത് മിക്സായി പോരെ. ഞാൻ കുപ്പി ഒരെണ്ണം വെച്ചു. എഗ്ഗ്, ഷുഗർ, മിൽക്ക്, യോഗട്ട്, ബനാന, എന്തുവാ, മാംഗോ, 2 മാംഗോ, ചിക്കൻ, സ്ട്രോബെറി. അപ്പം തന്നെ അത്യാവശ്യം നല്ല ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആയിട്ടുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കണ്ട കേട്ടോ. ഇവിടെ പിന്നെ കുറേ ബാറ്ററീസിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ബാറ്ററീസ്, സിമ്മ് ഇതോട്ടോ, UK സിം കാർഡ്സിൻ്റെ ഇതാട്ടോ. ഇതാണ് ഈ ലിബറയുടെ എൻ്റെ ഇരിക്കുന്നത്. ബാറ്ററീസ്, പിന്നെ ചെറിയ സ്നാക്ക്. ഞാനപ്പം ബില്ലടച്ചിട്ട് കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ ബില്ലടച്ചു. നമുക്ക് നേരെ ഇതിലൂടെ വെച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. ഇവിടെ വെക്കും. കേട്ടോ, നേരെ വെച്ചു. നമുക്ക് നേരെ വീട്ടിൽ പോകാം. ബില്ലുണ്ടല്ലേ, എത്രയായി? 21 കേട്ടോ. 21 പൗണ്ടായി. 21 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 2100. 2100 കഴിച്ചു. 7 സാധനം മേടിച്ചപ്പോൾ 2100. അപ്പം അത് കൂടിയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കോച്ച്, ഒരു ജിന്ന് മേടിച്ചു കേട്ടോ. അതിൻ്റെ ആണ്. എനിക്കറിയില്ല, നമുക്കറിയാവുന്നൊരു ചേട്ടന് കൊടുക്കാനാട്ടോ. ചേട്ടൻ എപ്പോഴും എന്നോട് പറയും കുപ്പി വേണം അവിടെ മേടിച്ചാട്ടോ. വന്നപ്പോൾ ഞാൻ അങ്ങനെ വരാറില്ല, വന്നപ്പോൾ മേടിച്ചാട്ടോ. നമുക്ക് നേരെ തിരിച്ച് പോട്ടോ. തിരിച്ചു അയ്യോ നടന്ന് പഠിച്ചു.
ഇപ്പോൾ നോയ്സൊന്നുമില്ല, നമ്മൾ വീടിൻ്റെ അകത്താണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് വന്നപ്പോഴാണ് നമുക്ക് ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. എങ്ങനെയാവുന്നതെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്യുന്നത്. നമുക്കതും കൂടെ ഒന്ന് പൊട്ടിച്ച് നിങ്ങളെ ഒന്ന് കാണിച്ച്, അത്യാവശ്യം ആവശ്യമുള്ള സാധനമാണ്, അതുകൊണ്ട് നിങ്ങളെ കൂടെ കാണിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ടെമൂന്ന് കുറച്ച് അത്രേ ഉള്ളൂ, ചെറിയ പാക്കറ്റാണ്, കുറച്ചേ ഉള്ളൂ, 4-5 സാധനങ്ങളേ ഉള്ളൂ. നല്ലതാണോ ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ടെമൂന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ മിൻട്ര, മീഷോ ഇതുപോലുള്ള ഓൺലൈൻ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതുപോലെയാണ് ഇവിടെ ആമസോൺ ഉണ്ട്, പക്ഷെ ഫ്ലിപ്കാർട്ട്, മീഷോ, മിൻട്ര അതൊന്നുമില്ല. ഇവിടെ ഞാൻ കേട്ടുള്ളത് ടെമു ആൻഡ് ആമസോൺ. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനപ്പം ടെമൂന്നാണ് മേടിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ വിലയ്ക്ക് നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. കത്തിരിക്കട്ടെ. ഇതിനകത്ത് കയറിയപ്പോൾ ചൂട് കേട്ടോ. കറിക്കത്തിയും കൊണ്ടാണ് കഴിക്കുന്നത്. കറിക്കത്തി കൊണ്ടൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുത്തത് പൊട്ടിക്കാൻ വേറെ പാടാണ്. എന്താ ചെയ്യുക? ക്വാളിറ്റി വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു തുണിയാണ്, ക്വാളിറ്റി ഗുണമില്ല ഗൈസ്. റിട്ടേൺ കൊടുക്കാം. ഇത് നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും ഫുൾ മുടി ഇങ്ങോട്ടിട്ട് തോർത്ത് വെച്ചിട്ടല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹെയർ ടവൽ പോലത്തെ ഒരു സാധനമാണ് ഞാൻ ടെമൂവിൽ കണ്ടത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ പോയി ഗൈസ്, കൈവിട്ട് പോയി. ക്വാളിറ്റി ഇല്ല, വെരി ചീപ്പ് ആൻഡ് വെരി കുഴപ്പമില്ല. റിട്ടേണാണ് ഗൈസ്, റിട്ടേണാണ്. എൻ്റെ കവർ വെച്ച് മടക്കി തന്നെ വെച്ചേക്കാം, ഇല്ലേ പിന്നെ ടൈം. റിട്ടേണാണ്, ഇന്ന് തന്നെ എന്തായാലും റിട്ടേൺ കൊടുക്കും. വെറുതെ കാശ് പോയി. അത് വലിയ കാശൊന്നും ഇല്ല കേട്ടോ, വലിയ കാശില്ല. 1 പൗണ്ട്, 1.5 പൗണ്ട് അത്രയും കൊണ്ടല്ല, 1.30 അത്രയും കൊണ്ടായിരുന്നു എനിക്ക് കണ്ടത്. റിട്ടേണാണ്. അവിടെ കിടക്കട്ടെ. ഇതെനിക്ക് ആവശ്യമായിരുന്നു. ഞാൻ ഇവിടെ തണുപ്പ് തുടങ്ങിയ പിന്നെ വെള്ളം കൂടി കുറവാണ്. തണുപ്പാകുമ്പോൾ എപ്പോഴും നമുക്ക് ദാഹിക്കില്ലല്ലോ. അപ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കുടി കുറവാണ്. ആക്ച്വലി അല്ലെങ്കിൽ ഞാൻ വെള്ളം അങ്ങനെ കുടിക്കാറേ ഇല്ല. അപ്പോൾ ടെമൂവിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വെള്ളം കുടിക്കണം എന്ന് ഭയങ്കര ഇതായി. ഇതാകുമ്പോൾ ഇത്രയും നമ്മൾ ഇവിടെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ കുടിക്കാം. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ട്. ഇത് ഓവറായി. ഞാൻ മേടിച്ചപ്പം ഇതൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതെനിക്ക് ആവശ്യമായിരുന്നു, നല്ലതാണ് തോന്നുന്നു. ആവശ്യമായിരുന്നു. എല്ലാം പൊട്ടിക്കാം. ഞാൻ നോക്കുന്നേ അങ്ങനെയാണ്. ആക്ച്വലി എന്തെങ്കിലും ബോട്ടിൽസ് ഉണ്ട്, പക്ഷെ ഇത്രയും വലുതില്ല. ബോട്ടിൽസ് ആകുമ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് അത് ഫുള്ള് ഞാൻ കളയും. നമ്മൾ എടുക്കും, പക്ഷെ ഞാൻ കളയും. അപ്പോൾ വെള്ളം കൂടി ഭയങ്കര കുറവായതുകൊണ്ട് ഇത് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചാണ്. ഇതാകുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ പോലെ
സ്റ്റാർട്ട്, ഗുഡ് മോർണിംഗ്, ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്, അങ്ങനെ 9 o'clock, 11 o'clock, 1 PM, 3 PM, 5 PM അങ്ങനെ ടൈം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം ഓക്കെ ആണോ നോക്കാം. പിന്നെ തൂക്കി പിടിച്ച് കൊണ്ടുപോകത്തൊന്നുമില്ല, കാണുമ്പോൾ കുടിക്കും. സ്ട്രോ ഉണ്ട്. വിറ്റേണ്ടതങ്ങനെ സംഭവം അങ്ങനെ അറിയില്ല, നമുക്ക് എന്തായാലും നോക്കണം. നോക്കാം. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നത്. എന്താ ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ക്രേസാണ് ക്യാപ്പിനോട്. എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും. വില ചെറിയ വിലയാണ്, 1 pound 2 pound ഇത്രയൊക്കെ ഉള്ളു. അതുകൊണ്ടാണ് ഞാൻ ഈ വാങ്ങിക്കുന്നത് ക്യാപ്പ്. ഇതിൻ്റെ പൊക്കത്തിനോടാണ് മനസ്സിലാക്കി ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കുഴപ്പമൊന്നും തോന്നുന്നു. കളർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫസ്റ്റ് പ്രോഡക്റ്റ് പോയി വെക്കാൻ ക്യാപ്പ് പോകാം കേട്ടോ. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓൾവേസ് ന്യൂയോർക്ക് സിറ്റി. ഞാൻ ന്യൂയോർക്കിലല്ലടാ. ഇഷ്ടപ്പെട്ടു, ക്യാപ്പ് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി ഉണ്ട്. 1 pound-ൻ്റെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാം ഞാൻ ഇതിന് മാത്രം കുറച്ച് പൈസയായിരുന്നു തോന്നുന്നു. 2 pound 2.50 അത്രയാണ് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിനൊക്കെ 1 pound ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചത്. ഞാൻ ഇന്ന് വലിയ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ലായിരുന്നു. ഇത് നമ്മുടെ പാമ്പുംകോണി കൈസ്. ഞാൻ ഇതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഇതെന്തോ ഒരു പേപ്പർ പോലത്തെ സാധനമാണ് വന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം നമ്മളെ കൂടെ കൊളീഗ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ വല്ലപ്പോഴും നമുക്കൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാട്ടോ. കളിക്കാമല്ലോ നമുക്ക്. പ്രായമായി എന്നിട്ട് കുട്ടിക്കളി മാറിയിട്ടില്ലെന്നല്ലേ. ഇതെന്താ എന്തായിരുന്നു ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് ഓയിൽ. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കിങ്ങനെ തലയിൽ പറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ കയ്യിലെല്ലാം എടുത്തിട്ട് ആകും മൊത്തം കയ്യിലും ആകും. അതുകൊണ്ട് ഞാനൊരു കണ്ടപ്പോൾ ഒരു വാങ്ങിച്ചാണ്. ഉപയോഗിക്കുന്ന പോലും അറിയില്ല കേട്ടോ, കണ്ടപ്പോൾ വാങ്ങിച്ചു. ഇത് നമുക്ക് മറ്റേ സർവേ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ക്യാമ്പൊക്കെ ചെയ്യാൻ പോകുമ്പോൾ സർവേയും അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ബാൻഡൊക്കെ കിടക്കില്ല, അല്ലെങ്കിൽ വാച്ച് കിടക്കില്ല. അതുപോലെ നമുക്കിത് കെട്ടാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒരുപാട് ഉപയോഗമുണ്ട്. അതുകൊണ്ട് എവിടെയാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ലൈറ്റർ പോലെ കണ്ടോ, ഇത് വെച്ച് ഉറച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് തീ വരും. അപ്പോൾ നമ്മൾ വിറക് കത്തിക്കുമ്പോൾ നമുക്ക് പണ്ടത്തെ ആൾക്കാർ കല്ലൊക്കെ ഇട്ടില്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ തീ വരും. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അറിയില്ലാത്തോ ഉപയോഗിച്ച് നോക്കണം. അടുത്ത് എന്താ പെട്ടെന്ന് സാധനം 1 2 3 4 5 സാധനമായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴേ പൊട്ടിക്കുന്നില്ല, കാണിക്കാം കേട്ടോ. ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. തൊണ്ടോ സാധനമുണ്ട് ചുളുങ്ങിയാണ്. ഇതെന്ന് വെച്ചാൽ അറിയാമെന്ന് തോന്നുന്നു എല്ലാവർക്കും. നമ്മുടെ ഹെയറിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഫേസിലൊക്കെ നമുക്കിങ്ങനെ ആണെങ്കിൽ, ഫേസിലല്ല ഹെയറിലാട്ടോ, ഫേസിൽ എനിക്കറിയില്ല കേട്ടോ. എന്താ ആദ്യമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് റിമൂവ് ചെയ്യാം. എത്തിക്കാനാണ് കുഴപ്പമില്ല കേട്ടോ. ക്വാളിറ്റി ഉണ്ട്. നമുക്കിങ്ങനെ
എനിക്ക് ഇവിടെ വന്നിട്ട് ആക്ച്വലി വന്നിട്ട് മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട്, നെറ്റി കയറുന്നുണ്ട്. കാരണം നമുക്കെപ്പോഴും ഹെയർ ബാക്കിലോട്ട് കെട്ടേണ്ടതുകൊണ്ട് നെറ്റി ഭയങ്കരമായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ നെറ്റിയിലൂടെ മുടി കൊഴിയുന്നിടത്ത് നമുക്ക് ഇങ്ങനെ ഡെയിലി ഒരു 5 മിനിറ്റ് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ മുടി വരും എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ 1 പൗണ്ട് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ, 1 പൗണ്ടോ 0.9 അത്രയെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അറിയില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ മുള്ള് പോലത്തെ എന്തോ സാധനം, ചെറിയ രീതി വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. അറിയില്ല, വെച്ചു അതേപോലെ തന്നെ അകത്ത് വെച്ചു. ഇരിക്കട്ടെ. ഇതാണ് ആക്ച്വലി എനിക്ക് വേണ്ടിയിരുന്നത്. ഇവിടെ വന്നിട്ട് ഞാൻ മിക്സി ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇനി UK വരുന്നവരാണെങ്കിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നവരാണെങ്കിൽ, സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ബ്ലെൻഡറോ അല്ലെങ്കിൽ മിക്സി, ചെറിയ രീതിയിലുള്ള മിക്സി, ചെറിയ പൈസയുള്ള മിക്സി മേടിച്ചിട്ട് പോവാം. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടുന്ന് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒടുക്കത്തെ വിലയാണെന്ന് വെച്ചാൽ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ ഞാൻ ഇതാണ് ആക്ച്വലി ഞാനെനിക്ക് മീഷോയിൽ നിന്ന് പ്രധാനമായിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ആദ്യം ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത്. ഇത് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു, ഉപയോഗിച്ചിട്ടില്ല, അറിയില്ല എങ്ങനെയാണോ. ഇതിന് 5 പൗണ്ടായിരുന്നു, നാട്ടിൽ 500 രൂപ. ഈസി ടു ക്യാരി, നമുക്കിത് ഈസി ടു ക്യാരിയാണ്, ബാറ്ററിയാണ്, സ്റ്റെയിൻലെസ്, നല്ലതാണെന്ന് തോന്നുന്നു, അറിയില്ല. പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ട് പോകാം. മിക്സി മേടിക്കാൻ താല്പര്യമില്ല, മിക്സി അത്യാവശ്യം ഹെവി ആണല്ലോ. അപ്പോൾ മിക്സി മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബ്ലെൻഡർ മേടിച്ചുകൊണ്ട് പോവുക, അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മിക്സി പൈസയൊക്കെ ആകുമ്പോൾ സാലറി കിട്ടി കഴിയുമ്പോൾ മിക്സി മേടിച്ചാൽ മതി. എനിക്കിപ്പം ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സിയുടെ വലിയ ആവശ്യം വരാത്തത് കൊണ്ട് ഞാൻ ഈ ചെറിയ സാധനം മേടിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നല്ല പ്രൊഡക്റ്റാണ് എല്ലാം. ഒരെണ്ണം മാത്രമാണ് കയ്യിൽ പോയത്, ഒരെണ്ണം മാത്രം റിട്ടേൺ കൊടുക്കണം. ഇത് റിട്ടേൺ കൊടുക്കണം, ക്വാളിറ്റി ഇല്ല സത്യം പറഞ്ഞാൽ. ഇത് UK ഉള്ളവരാണെങ്കിൽ ഇത് മേടിക്കരുത്. UK ഉണ്ട് ഇത് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് മേടിക്കരുത്. ക്വാളിറ്റി ഒട്ടുമില്ല, പിന്നെ ചെറുതാണ്. 1 പൗണ്ടൊക്കെ ഉള്ളൂ, 1-2 പൗണ്ടെങ്ങാണ്ടാണ്. കുട്ടികൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവും കേട്ടോ, പക്ഷെ വലിയവർക്ക് യൂസ് ആവില്ല. പക്ഷെ ഇത് വാങ്ങിക്കരുത്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമോ അറിയാലോ, വീഡിയോസിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. ആകുമ്പോൾ നമുക്കിതുപോലത്തെ നല്ല നല്ല പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി നാളെ. ഓക്കെ, ബൈ.